إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു അനുഗ്രഹിച്ചാൽ പരിശുദ്ധ റമളാനിലേക്ക് ഒരിക്കൽ കൂടി നാം പ്രവേശിക്കാനിരിക്കുകയാണ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അള്ളാഹുവേ നീ ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സലഫുകൾ റമളാനിൻ്റെ 6 മാസക്കാലം മുമ്പ് മുതൽ തന്നെ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സത്യവിശ്വാസികൾ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ആഗ്രഹത്തോടെയും തന്നെയാണ് പരിശുദ്ധ റമളാനിനെ കാത്തിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല. വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിച്ച ഏക മാസം പരിശുദ്ധ റമളാനാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ, സൽക്കർമ്മങ്ങളുടെ വസന്തകാലമായ പരിശുദ്ധ റമളാനിനെ എങ്ങനെയാണ് ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടത്? റമളാനിലൂടെ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹം എത്രത്തോളമുണ്ട്? ആരും നിർബന്ധിക്കാതെ നന്മകളിലേക്ക് മനസ്സ് പാകപ്പെട്ടു വരുന്ന, ആരും തടയിടാനില്ലെങ്കിലും തിന്മകളിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, ഷഹ്റും മുബാറക്, ബറക്കത്താക്കപ്പെട്ട ഒരു മാസമാണ് ഇത്. ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞ, നന്മകളെമ്പാടും തളം കെട്ടി നിൽക്കുന്ന ഒരു മാസമാണ് റമളാൻ എന്ന്, ഷഹ്റും മുബാറക്, ബറക്കത്താക്കപ്പെട്ട മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഓഫറുകളുടെ പിന്നാലെ പോവുക എന്നത്. ചെറിയ അധ്വാനത്തിലൂടെ, കുറഞ്ഞ മുതൽ മുടക്കിലൂടെ വലിയ ലാഭം കിട്ടും എന്ന് കണ്ടാൽ അതിൻ്റെ പിന്നാലെ പോവുക എന്നത്
മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സുഹൃത്തുക്കളെ, മനുഷ്യൻ്റെ മനസ്സറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചില ഡിസ്കൗണ്ടുകൾ, റിഡക്ഷനുകൾ, ഓഫറുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നാം ചെയ്യുന്ന ചില കർമ്മങ്ങൾ ചില പ്രത്യേക സ്ഥലത്ത് വെച്ച് ചെയ്താൽ അതിന് കൂടുതൽ കൂലി കിട്ടുന്നു. ചില പ്രത്യേക മാസത്തിൽ ചെയ്യുമ്പോൾ, ചില പ്രത്യേക സന്ദർഭത്തിൽ ചെയ്യുമ്പോൾ, ചില പ്രത്യേക സമയങ്ങളിൽ ചെയ്യുമ്പോൾ സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ മഹത്വവും പ്രാധാന്യവും വർദ്ധിക്കുന്നു എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്. യാ ബാഗിയൽ ഖൈർ അക്ബിൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരൂ, കടന്നു വരൂ. ഇത് നന്മയുടെ മാസമാണ്, ഇത് നിങ്ങൾക്കുള്ള മാസമാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കടന്നു വരൂ, കടന്നു വരൂ. ധാരാളം നന്മക്ക് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ കടന്നു വരൂ, ഇത് നിങ്ങൾക്കുള്ള മാസമാണ്. വയാ ബാഗിയ ശർർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ അഖ്സുർ അദ്ബിർ, പിറകോട്ട് പോകൂ, മാറി നിൽക്കൂ, അവസാനിപ്പിക്കൂ. ഇത് തിന്മയുടെ മാസമല്ല, ഇത് നിങ്ങൾക്കുള്ള മാസമല്ല. ആകാശ ലോകത്തുനിന്ന് വിളിച്ചു പറയാണ്, ഇനിയും തിന്മയൊക്കെ ചെയ്ത് ജീവിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ മാറി നിൽക്കൂ നിങ്ങൾ, ഇത് നിങ്ങൾക്കുള്ള മാസമല്ല, ഇത് നന്മയുടെ മാസമാണ് എന്ന് വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വദാലിക കുല്ലു ലൈല, അത് എല്ലാ രാത്രിയിലും വിളിച്ചു പറയുന്നുണ്ട്. പരിശുദ്ധ റമദാനിലെ ഓരോ രാത്രിയിലും അപ്രകാരം വിളിച്ചു പറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കരുത് എന്നാണ് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. പല ആളുകളും ഭൗതികമായി തന്നെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ്. ഇത്ര ദിവസം വരെ ഏതെങ്കിലും ഒരു ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ ഇന്ന ആനുകൂല്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ നീട്ടിവെച്ച് മാറ്റിവെച്ച് മടിച്ചു നിന്ന് അലസന്മാരായി പിന്നീട് അതിൻ്റെ അവസാന തീയതിയും കഴിഞ്ഞ് 2 ദിവസം നീട്ടിക്കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരാണ് പല ആളുകളും. പിന്നീട് അവിടെ പോകുന്നതിന് പകരം അതിൻ്റെ വലിയ വലിയ ഓഫീസുകളിൽ ദീർഘമായ ദൂരം യാത്ര ചെയ്ത് പോയാൽ മാത്രം കിട്ടുന്ന ആനുകൂല്യങ്ങളായി അത് മാറുന്ന അവസ്ഥ എത്ര കാര്യങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് പരലോക വിഷയത്തിലും നമ്മുടെ കാര്യങ്ങളിൽ കടന്നു വരുന്നു. മഹാനായ അൽ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലയാലി വല്ലയ്യാമു അൽ ഫാദില ലാ യസ്ലഹു അൻ യഗ്ഫല അൻഹുന്ന. അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായി ആദരിച്ചുകൊണ്ട്, നിങ്ങൾക്ക് മഹത്വം കൽപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള രാവുകളും പകലുകളും തന്നു കഴിഞ്ഞാൽ ലാ യസ്ലഹു അൻ യഗ്ഫല അൻഹുന്ന, അതിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരാകരുത്. ലിഅന്നഹു ഇദാ ഗഫല താജിറു അൻ മൗസിമിർ റബ്ഹ്, ലാഭം കിട്ടുന്ന സീസണിൽ ഒരു കച്ചവടക്കാരൻ കച്ചവടത്തിനിറങ്ങാതെ മടിച്ചു നിന്നാൽ, അശ്രദ്ധനായാൽ, മാറി നിന്നാൽ, ഫമത്താ യർബഹ്, പിന്നെ എപ്പോഴാണ് അവന് ലാഭം കൊയ്യാൻ സാധിക്കുക? സീസണിൽ അവൻ കച്ചവടം നടത്താതെ അവൻ്റെ കച്ചവട വസ്തു കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന, കൂടുതൽ ലാഭം കിട്ടുന്ന സന്ദർഭങ്ങളിൽ മടിച്ച് മാറി നിന്ന് പിന്നീട് ലാഭം കിട്ടാൻ എന്താണ് അവൻ ചെയ്യുക എന്ന് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ല ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ സജീവമാക്കാൻ, നമ്മുടെ ജീവിത രീതിയെ ഒന്നുകൂടി ചിട്ടപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സംഭവിച്ച അബദ്ധങ്ങളെ തുടച്ചു നീക്കാൻ, നമുക്ക് ഉന്മേഷം നൽകാൻ ചില സന്ദർഭങ്ങൾ തരുകയുണ്ട്. ആ സന്ദർഭങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തണം. ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച വചനം ഖുർആനിൻ്റെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ വചനമാണ്. മുഅ്മിനീങ്ങളായ നമ്മെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ, അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണേ. ഇദാ ദഅാകും ലിമാ യുഹീകും, നിങ്ങളുടെ മനസ്സുകൾക്ക് ജീവൻ നൽകുന്ന വിഷയത്തിലേക്ക് അള്ളാഹു നിങ്ങളെ വിളിക്കുമ്പോൾ, പ്രവാചകൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യണേ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ്, നമ്മുടെ മനസ്സിന് കൂടുതൽ നന്മകൾ ചെയ്യാൻ തോന്നുന്ന അവസരങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സുകൾക്ക് നന്മക്ക് പാകപ്പെടുന്നൊരു അവസരം കിട്ടുമ്പോൾ, റബ്ബും അവൻ്റെ പ്രവാചകനും നന്മയിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ, ലിമാ യുഹീകും,
നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യണം. വഅലമൂ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, ഉത്തരം ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ അവൻ്റെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ അള്ളാഹു മറയിടുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെക്കും. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ റബ്ബിലേക്ക് തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതുമാണ്. സുഹൃത്തുക്കളെ, റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ സന്തോഷത്തോടെ ഞാൻ എനിക്ക് കിട്ടിയ അവസരം മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഖേദകരം എന്ന് പറയട്ടെ, അവസരങ്ങൾ എത്ര മുന്നിൽ കിട്ടിയാലും അതിനെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ എല്ലാവരും തുല്യരല്ല. അതിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വളരെ വിരളമാണ്. വിശുദ്ധ ഖുർആനിൽ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ മനുഷ്യർ 3 വിഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിൻ്റെ 32-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്ത ആളുകൾക്ക് വിശുദ്ധ ഖുർആനിനെ നാം ഉടമപ്പെടുത്തി കൊടുത്തു. ആരാണ് ആ തെരഞ്ഞെടുത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഉമ്മത്താണ്, നമ്മളാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള വിവിധ ഉമ്മത്തുകളിൽ അള്ളാഹു തെരഞ്ഞെടുത്ത് ഖുർആൻ തന്നത് നമുക്കാണ്, ഈ ഉമ്മത്തിനാണ്. പക്ഷേ ഈ ഖുർആൻ അവതരിച്ച് കിട്ടിയിട്ട്, ഈ ഖുർആൻ അവതരിക്കപ്പെട്ട ഒരു മാസം വന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ ആളുകൾ 3 വിഭാഗമായി തിരിഞ്ഞു. തൊട്ടടുത്ത് ഈ ആയത്തിൻ്റെ ബാക്കിയായി അള്ള പറയുകയാണ്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവരുടെ കൂട്ടത്തിൽ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തവരുണ്ട്, അനീതി കാണിച്ചവരുണ്ട്. ആ ഭാഗം വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുകയാണ്, നന്മകൾക്കുള്ള അവസരം കിട്ടിയിട്ടും അവർ നന്മ ചെയ്തില്ലെന്നു മാത്രമല്ല, അവർ ഹറാമുകളാണ് ചെയ്തത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. റമദാനിലേക്ക് ചേർത്തി പറഞ്ഞാൽ, റമദാൻ വന്നിട്ടും നിസ്കരിക്കാത്തവൻ, റമദാൻ വന്നിട്ടും നോമ്പെടുക്കാത്തവൻ, റമദാൻ വന്നിട്ടും മദ്യപിച്ചവൻ, റമദാൻ വന്നിട്ടും ഹറാമുകളുടെ പിന്നാലെ പോയവൻ, അവനാണ് ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വമിൻഹും മുഖ്തസിദ്, അവരുടെ കൂട്ടത്തിൽ നടുവിലെത്തുന്നവരുമുണ്ട്. അല്പമൊക്കെ നന്മകൾ ചെയ്യുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. ആ ഭാഗം വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുകയാണ്, ഫർളായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. റമദാനിലേക്ക് ചേർത്തി പറഞ്ഞാൽ അവർ നിസ്കരിക്കുന്നുണ്ട്, അവർ നോമ്പെടുക്കുന്നുണ്ട്, അനിവാര്യമായും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, ഹറാമുകളൊക്കെ അവർ ഉപേക്ഷിക്കുന്നുണ്ട്. അധികം നന്മകളിലേക്കൊന്നും അവർ കടന്നു വരുന്നില്ല. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, വമിൻഹും, ആ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി സൽക്കർമ്മങ്ങളിൽ മുൻകടക്കുന്നവർ, മുന്നേറുന്നവർ, മടിച്ചു നിൽക്കാതെ, മാറി നിൽക്കാതെ, അലസന്മാരാകാതെ സൽക്കർമ്മങ്ങളിലേക്ക് ആവേശത്തോടെ ധൃതിയിൽ കടന്നു വരുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ആ മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ബിഇദ്നില്ല, അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം. അള്ളാഹു അനുവദിച്ച് അള്ളാഹിൻ്റെ തൗഫീഖ് കിട്ടിയിട്ട് റബ്ബിൻ്റെ മഹത്തായ അപാരമായ അനുഗ്രഹം കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നിലെത്തുന്നവരും അടിമകളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലെത്താൻ മുഅ്മിനീങ്ങളെ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ചും പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞതെന്താണ്? ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അതത്രേ മഹത്തായ ഭാഗ്യം, അതാണ് വലിയ തൗഫീഖ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാണ് മഹാഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതാനും മണിക്കൂറുകൾ, ദിവസങ്ങൾ പിന്നിട്ടാൽ നാം പ്രവേശിക്കുന്ന ഈ റമദാൻ ഉണ്ടല്ലോ, അത് നമുക്ക് സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് പറ്റുന്ന അവസരത്തിലേക്ക് എത്തണം. അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അതിന് പറ്റുന്ന ഏതാനും ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. സാബിഖും ബിൽ ഖൈറാത്താകാൻ, റമദാനിനെ മാക്സിമം ഉപയോഗപ്പെടുത്തി മുതലാക്കി സൽക്കർമ്മങ്ങളിൽ മുന്നിലെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? സുഹൃത്തുക്കളെ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് പാകപ്പെടുത്തി, ഒന്ന് തയ്യാറായി, ഒന്ന് പ്ലാൻ ചെയ്ത് പരിശുദ്ധ റമദാനിലെ നോമ്പെടുക്കുക എന്നതാണ്. റമദാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം നോമ്പ് തന്നെയാണ്. ആദ്യം മുഹറം 10-ന്റെ നോമ്പായിരുന്നു വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുകയും മുഹറമിലെ നോമ്പ് ഐച്ഛികമാക്കുകയും ചെയ്തു. അതുകൊണ്ട് റമദാനിലെ നോമ്പ് ആത്മാർത്ഥമായി പ്രതിഫലേച്ഛയോടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാം നോമ്പിന് നൽകുന്ന പ്രാധാന്യം എത്രയാണ്?
മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു തിരുസന്നിധിയിൽ വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, മുർനി ബി അമൽ, റസൂലേ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം. യൻഫഉനില്ലാഹു ബിഹി, അത് ചെയ്താൽ എനിക്ക് വലിയ ഉപകാരം കിട്ടണം. റസൂലേ നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, അത് നിർവഹിച്ചാൽ എനിക്ക് ഉപകാരമായിരിക്കണം, എനിക്ക് ദോഷം ഉണ്ടാകരുത്, എനിക്ക് ഉപദ്രവം ഉണ്ടാകരുത്, എനിക്ക് നഷ്ടം വരരുത്, ലാഭത്തിനുമേൽ ലാഭം കിട്ടുന്ന, ആശ്വാസം കിട്ടുന്ന, ഉപകാരം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരുമോ? മറിച്ചൊന്നും ആലോചിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമയെ പഠിപ്പിക്കുന്നു, അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ മിസ്ല ലഹു. അങ്ങനെ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നോമ്പെടുത്തോ, അതിന് തുല്യമായി മറ്റൊന്നുമില്ല. നീ നോമ്പെടുത്തോ, നിന്റെ മനസ്സ് ശുദ്ധമാകും, നിന്റെ ശരീരം ശുദ്ധമാകും, നിന്റെ കണ്ണ് നിയന്ത്രിക്കപ്പെടും, നിന്റെ കൈകാലുകൾ നിയന്ത്രിക്കപ്പെടും. നീ നോമ്പെടുത്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞ നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഒരു നോമ്പ് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മെ സഹായിക്കും. അവിടുന്ന് പറഞ്ഞു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖ കമാ ബൈനസ് സമാഇ വൽ അർദ്. ആരെങ്കിലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ആകാശഭൂമികൾക്കിടയിലെ വ്യത്യാസം കണക്കെ അല്ലാഹു കിടങ്ങു കുഴിക്കും. അത്രയും നരകത്തിൽ നിന്ന് അവൻ മാറി നിൽക്കും. ചില ഹദീസിൽ കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ 70 വർഷത്തെ വഴി ദൂരം അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അല്ലാഹു മാറ്റി നിർത്തും. റസൂലുള്ള പറയുകയാണ്, അസ്സുയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്, നോമ്പൊരു രക്ഷാ കവചമാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, അടിമയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രക്ഷാ കവചമാണ് നോമ്പ്. നോമ്പുകാരനെ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്ന രക്ഷാ കവചമാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് നോമ്പുകാർക്ക് പ്രവേശിക്കാൻ വേണ്ടി മാത്രം സ്വർഗത്തിലൊരു കവാടമുണ്ടെന്നും റയ്യാൻ എന്നാണ് ആ കവാടത്തിൻ്റെ പേരെന്നും നോമ്പുകാരല്ലാത്ത ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പരിശുദ്ധ റമദാനിലെ നോമ്പ് ഈമാനോടെ പ്രതിഫലേച്ഛയോടെ നിർവഹിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നു. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ റമദാനിൽ നോമ്പെടുക്കുന്നുവെങ്കിൽ അവന് മുൻകഴിഞ്ഞു പോയ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുമ്പോൾ അതിൻ്റെ പവിത്രമായ നോമ്പായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഒരുപക്ഷെ റമദാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നോമ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം തവണ നമ്മൾ കേട്ടൊരായത്തായിരിക്കും ഇത്. വിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. സുഹൃത്തുക്കളെ, നോമ്പെടുത്തിട്ട് നമുക്ക് തഖ്വയുണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് നോമ്പല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നീ നോമ്പെടുക്കുമ്പോൾ നിന്റെ ഭക്ഷണം കഴിക്കുന്ന വായക്കും ഭക്ഷണം എത്തുന്ന ആമാശയത്തിനും മാത്രം നോമ്പുണ്ടായാൽ പോരാ. നിന്റെ വായക്കും നിന്റെ ആമാശയത്തിനും മാത്രം നോമ്പുണ്ടായാൽ പോരാ. മറിച്ച് നീ നോമ്പെടുക്കുമ്പോൾ നിന്റെ കണ്ണ് നോമ്പെടുക്കണം, നിന്റെ കാത് നോമ്പെടുക്കണം, നിന്റെ നാവ് നോമ്പെടുക്കണം, നിന്റെ കൈകാലുകൾ നോമ്പെടുക്കണം, നിന്റെ ജനനേന്ദ്രിയം നോമ്പെടുക്കണം. സുഹൃത്തുക്കളെ, കണ്ണിനെ നിയന്ത്രിക്കാനും കാതിനെ നിയന്ത്രിക്കാനും വൃത്തികെട്ട സംസാരവും അവസാനിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ടൊരു കാര്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ദൗർഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. റമദാനിലെ നോമ്പെടുത്തിട്ടും നഷ്ടം സംഭവിക്കുന്ന ദൗർഭാഗ്യവാന്മാർ. റസൂലുള്ള പറയാണ്, റുബ്ബ സ്വായിമിൻ, എത്രയെത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതിഷ്, അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. കുറേ വിശന്നു, കുറേ ദാഹിച്ചു എന്നല്ലാതെ നോമ്പ് കൊണ്ട് ഒരു ഗുണവും കിട്ടിയില്ല എന്ന് പറഞ്ഞവരിൽ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞു, മല്ലം യദ്ഉ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു.
വേണ്ടാത്ത സംസാരവും വൃത്തികെട്ട നോട്ടവും പ്രവൃത്തിയും നിർത്തുന്നില്ലെങ്കിൽ, അവൻ വെള്ളം ഉപേക്ഷിച്ചു എന്നതുകൊണ്ട്, ഭക്ഷണം മാറ്റിവെച്ചു എന്നതുകൊണ്ട് ഫലൈസലില്ലാഹി ഹാജ, അവൻ്റെ നോമ്പ് റബ്ബിന് ആവശ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ നിയന്ത്രണം നമ്മുടെ കണ്ണിനും കാതിനും ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കണം മുഅ്മിനീങ്ങളെ നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നോമ്പിൻ്റെ അഹ്കാമുകൾ പാലിച്ചുകൊണ്ട് നോമ്പെടുക്കണം. പ്രത്യേകിച്ച് ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കുന്നത് നീയത്ത് ശരിയാകുമ്പോഴാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സുന്നത്ത് നോമ്പുകൾക്കൊക്കെ ചിലപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബുഹും കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് സുബുഹിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് കഴിക്കാൻ എന്താണുള്ളത് എന്ന് ചോദിച്ച് കാര്യമായ ഒരു ഭക്ഷണവും ഇല്ലെന്നറിഞ്ഞാൽ എന്നാൽ ഞാൻ ഇന്ന് നോമ്പ് നോൽക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നീയത്ത് വെച്ച് തുടങ്ങിയത് സുന്നത്ത് നോമ്പുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഫർള് നോമ്പുകൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മല്ലം യുബയ്യിത്തി സിയാമ മിനൽ ലൈൽ ഫലാ സിയാമ ലഹു. രാത്രി തന്നെ തനിക്ക് നാളെ നോമ്പാണ് എന്ന നീയത്തില്ലാത്തവന് നോമ്പില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് നീയത്തോടു കൂടി എനിക്ക് നാളെ നോമ്പാണ് എന്ന ആ ഒരു മനസ്സിൻ്റെ വികാരത്തോടു കൂടിയായിരിക്കണം നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. നീയത്തിന് പ്രത്യേകം വാക്കുകളോ വാചകങ്ങളോ ഒന്നും തന്നെ പ്രവാചകനോ സ്വഹാബികളോ താബിഉകളോ ഒന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് ഞാൻ ഇതായി നോമ്പെടുക്കുന്നു എന്ന റബ്ബിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടെ എനിക്ക് നാളെ നോമ്പാണ് എന്ന ആ മനസ്സിൻ്റെ ചേതോവികാരം, അതിനാണ് നീയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നീയത്തോടു കൂടി നോമ്പിലേക്ക് പ്രവേശിക്കാൻ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, ചില ആളുകൾക്കെങ്കിലും അത്താഴം കഴിക്കുക എന്നത് ഒരു ഭാരമാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ എന്നത് വല്ലാത്തൊരു ഭാരമാണ്. ശരിക്കും അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പറയേണ്ടത് എന്താണ്? ബറക്കത്താക്കപ്പെട്ട ധാരാളം അനുഗ്രഹം നിറഞ്ഞ ഒരു ഭക്ഷണമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. എന്ത് കഴിക്കുന്നു എന്നതിലല്ല, എത്ര കഴിക്കുന്നു എന്നതിലല്ല, ആ സമയത്ത് കഴിക്കുന്നു എന്നതിൽ വലിയ ബറക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവിൻ. ഫഇന്ന ഫിസ്സഹൂരി ബറക, അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തുസ് സഹർ. നമ്മുടെയും അഹ്ലി കിതാബിൻ്റെയും നോമ്പിൻ്റെ ഇടയിലുള്ള വ്യത്യാസം നമ്മൾ അത്താഴം കഴിക്കുമെന്നതാണ്. അപ്പോൾ അത്താഴം കഴിക്കുക എന്നുള്ളത് കേവലം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക എന്നതോ, അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ, നോമ്പിൽ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ ഭക്ഷിക്കണമല്ലോ എന്ന ചിന്തയോടുകൂടി ഒന്നുമല്ല. മറിച്ച് ഇതൊരു ബറക്കത്താക്കപ്പെട്ട സമയവും ബറക്കത്താക്കപ്പെട്ട ഭക്ഷണവുമാണ് എന്ന നീയത്തോട് കൂടി മുഅ്മിനീങ്ങളെ ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടൻ തന്നെ തുറക്കുക എന്നത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈർ മാ അജ്ജലുൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടൻ തന്നെ നോമ്പ് തുറക്കുന്നിടത്തോളം കാലം ഈ ഉമ്മത്ത് ഖൈറിലാകും, ജനങ്ങൾ നന്മയിലായിരിക്കും എന്നാണ്. അതുകൊണ്ട് കൃത്യമായ കലണ്ടറുകളിൽ ഇന്ന് സമയം കൃത്യമാണ്. നമ്മുടെ എല്ലാവരുടെയും മൊബൈലുകളിൽ സമയം കൃത്യമാണ്. അത് വെച്ച് ഏത് പള്ളിയിൽ നിന്നാണ്, ഏത് സ്ഥലത്ത് നിന്നാണ് കൃത്യമായ സമയത്ത് ബാങ്ക് കൊടുക്കുന്നത് എന്ന് നോക്കി ആ ബാങ്കിനെ അവലംബിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ബാങ്കിനെയും അവലംബിക്കണമെന്നില്ല, സമയമാവുക എന്നതാണ് നിബന്ധന. ബാങ്ക് കേൾക്കുക എന്നതല്ല. ചില ആളുകൾക്ക് സമയമായാൽ പോരാ, ചില ആളുകൾക്ക് ബാങ്ക് കേട്ടാൽ പോരാ. താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, താൻ ഉദ്ദേശിക്കുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കണം എന്ന 2-3 മിനിറ്റൊക്കെ വൈകിപ്പിക്കുന്ന അവസ്ഥ വിശ്വാസികളെ വരുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സാബിഖും ബിൽ ഖൈറാത്തിൽ ഉൾപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം തറാവീഹ് നമസ്കാരമാണ്. ഇൻഷാ അല്ലാഹ് ഇത്തവണത്തെ ഒരു തറാവീഹും എനിക്ക് മുടങ്ങുകയില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞയെടുക്കാൻ മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി നമസ്കാരം എന്നും എല്ലാ ദിവസവും ഉള്ളതാണെങ്കിലും ജമാഅത്തായി രാത്രി നമസ്കാരം നിർവഹിക്കുന്ന മാസമാണല്ലോ പരിശുദ്ധ റമദാൻ മാസം. അപ്പോൾ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും ഒരാൾ നമസ്കരിക്കുന്നുവെങ്കിൽ, വിത്റിൽ അവസാനിപ്പിക്കുന്നതുവരെയും ഇമാമിൻ്റെ കൂടെ തുടരുന്നുവെങ്കിൽ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി അവനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാലും, നമ്മൾ വിരുന്നു പോകേണ്ടി വന്നാലും, അവിടെയൊക്കെ ഒരു പള്ളിയുണ്ടല്ലോ, അവിടെയെല്ലാം തറാവീഹ് ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ജമാഅത്ത് തറാവീഹ് എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് നാം ഉറപ്പുവരുത്തുക എന്നതാണ് രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമത്തേത്, വിശുദ്ധ ഖുർആനുമായി നല്ലൊരു ബന്ധം
മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാകണം. ഖുർആനിൻ്റെ അവതരണ മാസമായ പരിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും മുഴുവനായി ഓതി തീർക്കാത്ത ആരും ഈ ഖുതുബ കേൾക്കുന്നവരിൽ ഉണ്ടാകരുത്. അതിന് നമുക്ക് നല്ലൊരു ടൈം ടേബിൾ വേണം, നല്ലൊരു പ്രതിജ്ഞ വേണം. അതിന് നമ്മുടെ സോഷ്യൽ മീഡിയക്ക് കൃത്യമായ ശക്തമായ ഒരു നിയന്ത്രണം ഉണ്ടാകണം. അതിന് പലതും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, പലതും റിമൂവ് ചെയ്യേണ്ടി വരും. എൻ്റെ സമയം കൊല്ലികൾ എനിക്ക് വേണ്ടെന്ന് പ്രതിജ്ഞയെടുക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആനുമായി അങ്ങേയറ്റത്തെ ബന്ധം വെക്കാൻ ശ്രമിക്കണം എന്നതാണ് മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമത്തെ കാര്യം, നമസ്കാരങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഐച്ഛികമായ നമസ്കാരങ്ങളെ കൊണ്ട് നമസ്കാരത്തിന് ശക്തി പകരുകയും ചെയ്യുക എന്നതാണ്. ഫർള് ജമാഅത്ത് നഷ്ടപ്പെടാതെ വരികയും റവാത്തിബ് സുന്നത്തുകളും ദുഹാ നമസ്കാരവും തഹിയ്യത്തും അതുപോലുള്ള മറ്റു സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ട് നമ്മുടെ നമസ്കാരത്തിന് ശക്തി പകരണമെന്നതാണ് നാലാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. അഞ്ചാമത്തെ കാര്യം, സ്വതക്കകളും സക്കാത്തും കൊടുക്കേണ്ട മാസമാണ്. സക്കാത്ത് റമദാനുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും മിക്ക ആളുകളും കൊടുത്തു വരുന്ന സമയം എന്ന നിലക്ക് കൊടുക്കുകയും ധാരാളമായി ദാനധർമ്മം ചെയ്യാൻ സഹോദരങ്ങളെ അവസരങ്ങൾ എമ്പാടുമുണ്ട്. അതിന് നമുക്കൊരു മടുപ്പും വേണ്ട, ഒരു മടിയും വേണ്ട. ധാരാളമായി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിൽ തന്നെ ദിവസവും നോമ്പ് തുറ മാത്രമല്ല, ഭക്ഷണത്തോടു കൂടിയുള്ള നോമ്പ് തുറയാണ്. അവസാനത്തെ 10 ഇഴ്തികാഫിരിക്കാനുള്ള സൗകര്യവും അത്തരത്തിലുള്ള ആളുകൾക്ക് അത്താഴം കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കി ഇൻഷാ അല്ലാഹ് ദിവസവും മതപഠന ക്ലാസുകൾ സംഘടിപ്പിച്ച് വലിയൊരു സംഖ്യ മുടക്കിക്കൊണ്ട് ദഅവാ രംഗത്ത് ഈ പള്ളി മുന്നോട്ട് പോകുകയാണ്. നമ്മുടെ എല്ലാവരുടെയും കൃത്യമായ വിഹിതം കൊണ്ട് തന്നെയാണ് അത് ഇത്രയും കാലം മുന്നോട്ട് പോയത്. എല്ലാവരും അകമഴിഞ്ഞ് ദാനം ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം, തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധ റമദാൻ മാസം എന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിലെ ഓരോ കാര്യങ്ങളും വരും ഖുതുബകളിൽ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. ഏഴാമത്തേത്, പ്രാർത്ഥനകളെ കൊണ്ട് കീർത്തനങ്ങളെ കൊണ്ട് നമ്മൾ ജീവിതം ധന്യമാക്കുക എന്നതാണ്. എട്ടാമത്തേത്, ലൈലത്തുൽ ഖദറിനെ പുൽകുക എന്നതാണ്. വരുന്ന ഈ റമദാനിൽ ലൈലത്തുൽ ഖദറിനെ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ വേണോ ആ ഒരു ക്രമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തണം എന്നതാണ്. ഒൻപതാമത്തേത്, ഇഴ്തികാഫിരിക്കുക എന്നതാണ്. 10 ദിവസം കഴിഞ്ഞില്ലെങ്കിൽ രാത്രികളിൽ മാത്രം കഴിയുന്നവർ അങ്ങനെ, ഒറ്റയിട്ട രാവുകളിൽ മാത്രം കഴിയുന്നവർ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 മണിക്കൂർ സമയം പള്ളിയിലിരുന്ന് മറ്റെല്ലാം മാറ്റിവെച്ച് ഇഴ്തികാഫിരുന്ന് അതിൻ്റെ കൂലി നേടണം എന്നതാണ് 9ാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. 10ാമത്തേത്, മതം പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ്. അൽഹംദുലില്ലാ എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിൽ ളുഹറിന് ശേഷം ക്ലാസ് ഉണ്ട്. വെള്ളിയാഴ്ചകളിൽ ജുമുഅക്ക് ശേഷം സംശയ നിവാരണമുണ്ട്. അവയെല്ലാം ഉപയോഗപ്പെടുത്തി വൈജ്ഞാനികമായൊരു കുതിപ്പ് ഈ പരിശുദ്ധ റമദാനിൽ നേടിയെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെല്ലാം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي فضل شهر رمضان على سائر الشهور وخصه بالخير والبركة والنور والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ വലിയൊരു അവസരമാണ് എന്നും നമ്മെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാസമാണ് എന്നും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും മനസ്സ് ശുദ്ധീകരിക്കാനും പുതിയൊരു ജീവിതപാത വെട്ടിത്തെളിക്കാനും റമദാനിലൂടെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ മനുഷ്യർ 3 വിഭാഗമാണെന്നും അതിലെ 3ാമത്തെ വിഭാഗമാണ് മഹാഭാഗ്യവാന്മാരെന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുൻകടക്കുന്നവരാണ് ആ വിഭാഗമെന്നും അതിനു പറ്റുന്ന 10 കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു അവയെല്ലാം സൂക്ഷിച്ച് പാലിച്ച് റമദാനിനെ മുതലാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ട് പലതവണ നാം കേട്ട ചരിത്ര സംഭവമാണല്ലോ തൊൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹുവിൻ്റെ സ്വപ്നം. ബലിയിൽ നിന്ന് 2 പേർ വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച് പഠിക്കുകയും 2 പേരും ഒരുമിച്ചൊരു സമയത്ത് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു. 2-ൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുന്നു, മറ്റേ വ്യക്തി സാധാരണ രീതിയിൽ മരിക്കുന്നു.
രണ്ടുപേരും സ്വർഗത്തിൽ പോകുന്നത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു. സാധാരണ രീതിയിൽ മരിച്ച വ്യക്തിയാണ് ആദ്യം സ്വർഗത്തിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കുന്നു. കൂട്ടുകാരോട് പങ്കുവച്ചപ്പോൾ അവരും പറയുന്നു ഇങ്ങനൊരു സ്വപ്നം ശരിയാകാൻ സാധ്യതയില്ല എന്ന്. എല്ലാവരും തിരുസന്നിധിയിലെത്തുന്നു. പ്രവാചകനോട് കാര്യം അവതരിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത് മിൻ അയ്യി ദാലിക തഅജബൂൻ, എന്തിനാ നിങ്ങൾ ഇതിൽ അത്ഭുതപ്പെടുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ നിങ്ങൾക്ക് അത്ഭുതം? ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു ജിഹാദിൻ്റെയും ഖിതാലിൻ്റെയും മഹത്വം പറയാൻ തുടങ്ങി. റസൂലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുവിനെതിരെ ഇറങ്ങി ശത്രുവിൻ്റെ വെട്ടും കുത്തും കൊണ്ട് പൊരുതിപ്പോരാടി പിടഞ്ഞു വീണ് മരിക്കുന്ന ഷഹീദല്ലേ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം ചോദിക്കുന്നു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, ഒരു വർഷം ആ സാധാരണ രീതിയിൽ മരിച്ച വ്യക്തി അധികം ജീവിച്ചിട്ടില്ലേ? ഫഅദ്റക റമളാൻ, അപ്പോൾ ഒരു റമളാൻ അധികം കിട്ടിയില്ലേ? ഫസ്വാമഹു, ആ റമളാനിൽ അദ്ദേഹം നോമ്പെടുത്തില്ലേ? വസല്ല കദാ വകദാ, തറാവീഹ് നമസ്കരിച്ചില്ലേ? സുന്നത്തുകൾ കൊണ്ട് അധികരിപ്പിച്ചില്ലേ? ഖുർആൻ ഓതിയില്ലേ? അവരെല്ലാവരും പറഞ്ഞു ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പ്രവാചകരെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നൊരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകണം, ലമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ കിട്ടുന്ന ദറജകളുടെ വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലെ വ്യത്യാസമാണ്. സുഹൃത്തുക്കളെ, ഒരു റമദാൻ ജീവിതത്തിൽ അധികം കിട്ടുക എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ വ്യത്യാസം കണക്കെ സ്വർഗത്തിൽ ദറജകൾ ഉയർത്താൻ പറ്റുന്ന മഹാഭാഗ്യമാണ്. ആ ഭാഗ്യത്തിലേക്ക് അള്ളാഹു നമ്മെ ഇനിയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിലേക്ക് റമദാനിനെ നീ നൽകണം യാ അല്ലാഹ്. അള്ളാഹുവെ, റമദാനിലേക്ക് എത്താനും റമദാനിനെ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ വഅഇന്നാ ഫീഹി അലസ് സിയാമി വൽ ഖിയാമി വഖിറാഅത്തിൽ ഖുർആൻ. اللهم اغفر للمؤمنين والمؤمنات وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.